ശങ്കര പാഹി മാം സാംബ സദാശിവനേ, അമ്പുടി ഞങ്ങളെ കാത്തരുളിടണേ ശ്രീ പരമേശ്വരനേ. ശങ്കര ധ്യാന പ്രകാരം ഗ്രഹിച്ചു നാം പ്രാർത്ഥിച്ചിടുന്ന നേരം, തിങ്കൾ കലാധാരി ദുഃഖങ്ങളൊക്കെയും നീക്കി അനുഗ്രഹിക്കും. കാറ്റിനു പോലും അണയ്ക്കുവാനാകാതെ നാളങ്ങൾ പൂത്തുനിൽക്കും. അമ്പലം വാഴും അഘോരന്റെ സന്നിധേ മോളെ നമുക്കിരിക്കാം. അച്ഛമിനുവിനു സംശയമുണ്ടേറെ ചോദിച്ചു കൊള്ളട്ടെ, ചോദിച്ചാൽ അച്ഛനു ദേഷ്യം വന്നിടുമോ ഒത്തിരി ചോദിച്ചാൽ? ഇല്ലല്ലോ മോളെ, ചോദ്യങ്ങൾ ചോദിച്ചു സംശയം തീർത്തിടേണം. ചോദ്യങ്ങൾ ചോദിച്ചു വേണം വളരുവാൻ നാളത്തെ ലോകം നിന്റെ. ഉത്തരം നൽകാനായി അച്ഛനതൊക്കെയും നന്നായി പഠിച്ചു വയ്ക്കാം. സംശയം നിന്നുടെ ഉള്ളിലൊരിക്കലും മാറാല കെട്ടരുതേ. ശ്രീ പരമേശ്വര ദേവന്റെ കോവിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നോവു മുറിക്കരുതെന്ന് പറയുന്നതെന്തിനാണെന്നു ചൊല്ലൂ. അഭിഷേക തീർത്ഥമൊഴുകുന്നൊരോവത് സോമസൂത്രമല്ലോ. ഓവു മുറിച്ചു കടക്കുവാൻ പാടില്ല ഗംഗയാണെന്നു കേൾവി. വിശ്വം മുഴുവൻ നിറഞ്ഞു നിന്നിടുന്ന ശംഭുവെ ചുറ്റുവയ്ക്കാൻ സാക്ഷാൽ വിനായകനല്ലാതെ മറ്റാർക്കും സാധിച്ചിട്ടില്ല മോളെ. ശ്രീ മഹാദേവന്റെ കഥകളിൽ നിന്നോട് പറഞ്ഞു തരികില്ലേ? ദേവൻ വിനായകൻ ശംഭുവെ ചുറ്റിയതെങ്ങിനെയെന്നു ചൊല്ലൂ. ഭക്തിയോടാനന്ദപൂർവം നിനക്കു ഞാനെല്ലാം പറഞ്ഞു തരാം. സർവേശ്വരനായ സംഹാരമൂർത്തി തൻ പുണ്യാപദാനങ്ങൾ ബ്രഹ്മാവ് സൃഷ്ടിക്കും, വിഷ്ണു പാലിക്കും, സംഹരിച്ചിടും ശിവൻ. മൂർത്തികൾ മൂവരാം ഇവരെ മനസ്സിൽ നീ ധ്യാനിച്ചു കൊള്ളേണം. ശംഭുവിൻ അച്ഛനും അമ്മയും പേരവർക്കെന്താണ്? എവിടെ ജനിച്ചു വളർന്നു പരമേശൻ എന്നും അറിയണം. തത്സമനായൊരു സൽപുത്രനായി കൊണ്ടു ധ്യാനം തുടങ്ങി ബ്രഹ്മൻ. കൽപ്പത്തിനാരംഭകാലത്തപ്പോൾ മടിത്തട്ടിൽ പിറന്നുവല്ലോ. നീലകളേബരനായൊരു നന്ദനൻ ആമണി കുഞ്ഞപ്പോഴേ വാവിട്ടു കേണു നിലയ്ക്കാത്ത രോദനം കേട്ടു നടുങ്ങി വിശ്വം. എന്തിനാണ് കുഞ്ഞ് പൊട്ടിക്കരഞ്ഞത് അമ്മയെ കാണഞ്ഞിട്ടോ? കുഞ്ഞിനോടൊന്നുമേ ചോദിച്ചതില്ലേ ബ്രഹ്മാവം ദേവനപ്പോൾ? ബ്രഹ്മാവു ചോദിച്ചു, പുത്ര കരയുന്നതെന്തിനു നീ ഇങ്ങനെ? പേരെനിക്കില്ലാത്ത കാരണമാണെന്നു കുഞ്ഞു പറഞ്ഞുവല്ലോ. കരയാതെ എന്നുള്ളൊരർത്ഥത്തിൽ മാരുത എന്നു പറഞ്ഞു ബ്രഹ്മൻ. മാരുത ശബ്ദമോ ലോപിച്ചു കുഞ്ഞിനു പേരുണ്ടായി രുദ്രനെന്ന്. ആരുദ്രനാണല്ലേ ശ്രീ പരമേശ്വരൻ ആ കുഞ്ഞിന്റെ അച്ഛനാര്? അച്ഛൻ പറഞ്ഞില്ല അമ്മയുമാരെന്നും കേൾക്കാൻ കൊതിയായി. ആ
ആകാരമില്ലാത്ത ബ്രഹ്മസ്വരൂപിയാം ശ്രീ പരമേശന്റെ ആകാരരൂപമാണ് രുദ്രനെന്നൻ മോളിന്നറിഞ്ഞിടേണം. ലോകപിതാവായ ശ്രീ പരമേശന്റെ മാതാപിതാക്കളാകാൻ ആവുന്നൊരായി പ്രപഞ്ചത്തിലാരുമേ ഇല്ലെന്നറിഞ്ഞിടേണം. ബ്രഹ്മസ്വരൂപനെന്നാലെന്താണച്ചാ ഒന്നു പറയാമോ? രുദ്രനായി വന്നു പിറന്നതെന്തിനാണെന്നും അറിയാമോ? ഈ പ്രപഞ്ചത്തിന്റെ മൂലശക്തി ബ്രഹ്മമാണെന്നറിയൂ. ആ പരബ്രഹ്മത്തിൻ രൂപം ഭജിക്കുവാൻ ആർക്കും അരുതല്ലോ. അതിനാലാണല്ലോ ശിവലിംഗം നിർമ്മിച്ചു കണ്ടു തൊഴുതിടുന്നു. ഉള്ളിലൊരീശ്വര രൂപം ലഭിക്കാൻ രുദ്രനുമായി പിറന്നു. എങ്ങനെയാണ് ഈ രുദ്രന്റെ രൂപം എന്നച്ചാ പറഞ്ഞു തരൂ. മീനു കുട്ടിക്കറിയുവാൻ ആഗ്രഹം ഒന്ന് പറഞ്ഞിടൂ. പഞ്ചമുഖനാണ് ശ്രീ മഹാദേവൻ, ചെഞ്ചിട തലയിലുണ്ടേ. ഗംഗയും തിങ്കൾ കലയും ആ ചെഞ്ചിടയ്ക്കുള്ളിലിരിപ്പുണ്ടേ. നെറ്റിയിൽ കണ്ണുണ്ട, കണ്ണു തുറന്നാൽ സർവ്വതും ഭസ്മമാകും. മാലകൾ, കൈവള, തോൾവളയൊക്കെയും സർപ്പങ്ങളാണല്ലോ. അയ്യോ, ഒക്കെയും സർപ്പങ്ങളാണോ? പാമ്പു കടിക്കൂലേ? മീനു കുട്ടിക്ക് പേടിയാവുന്നു, എന്നെ പിടിച്ചോളൂ. കാളകുട വിഷപാനം ചെയ്തൊരു നീലകണ്ഠനായ ശ്രീ മഹാദേവൻ പേടിക്കുമെന്നു കാലനും കാലനല്ലേ. 4 തൃക്കൈകളും വസ്ത്രം പുലിത്തോലും ആനത്തോലാം പുതപ്പും. വാഹനം കാളയും കിങ്കരന്മാരായി ഭൂതഗണവുമല്ലോ. പേടിപ്പെടുത്തുന്ന രൂപമാണല്ലോ ശ്രീ പരമേശ്വരന്. എന്താണച്ചാ ഈശ്വരൻ ഈ വിധമായെന്നു ചൊല്ലിടാമോ? മൂർത്തികൾ മൂവരിൽ ഉഗ്രമൂർത്തിയാണെങ്കിലും മോളെ, ശ്രീ മഹാദേവന്റെ കൈലാസവാസം സംഗീത സാന്ദ്രമല്ലോ. നന്ദികേശൻ മൃദംഗം മുഴക്കുമ്പോൾ ശങ്കരൻ നൃത്തമാടും. തത്തിങ്കിണത്തും താളത്തിൽ തുടികൊട്ടി താണ്ഡവ നൃത്തമാടും. താണ്ഡവ നർത്തനമെന്നാൽ എന്താ മീനുനറിയില്ല. നടരാജ നൃത്തത്തിൻ ശില്പം നമ്മുടെ വീട്ടിലുമുണ്ടല്ലോ. താണ്ഡവ നൃത്തം മഹേശ്വരനേറ്റം പ്രിയമെഴും നൃത്തമല്ലോ. കണ്ടു മഹാമുനി ചിട്ടപ്പെടുത്തിയതാണല്ലോ താണ്ഡവത്തെ. നടരാജ നൃത്തത്തിൽ തുടരുന്ന കാലം നിശ്ചലമായി തോന്നും. നടരാജ ശില്പത്തെ പ്രപഞ്ച പ്രതീകമായി ശാസ്ത്രവും സ്വീകരിപ്പൂ. ശ്രീ മഹാദേവൻ വിവാഹം കഴിച്ചോ? ആരാണ് ദേവി എന്ന് മീനു കുട്ടിക്ക് ചൊല്ലിത്തരാമോ? കേൾക്കാൻ കൊതിയായി. ദക്ഷന്റെ പുത്രി സതിയെ വരിച്ചു ശ്രീ പരമേശദേവൻ. ദക്ഷനോ പിൽക്കാലം ശ്രീ മഹാദേവനിൽ തൽപരനല്ലാതായി. ദേവനെ മാത്രം ക്ഷണിക്കാത്ത യാഗത്തിനെത്തി സതീദേവി. ദക്ഷൻ നടത്തുന്ന യാഗസ്ഥലത്ത് ദേവന്റെ സമ്മതത്താൽ യാഗത്തിനൊറ്റയ്ക്ക് ദേവി സതി പോയോ? ദക്ഷൻ സ്വീകരിച്ചോ? ശംഭുവോടുള്ള വിരോധം തീർത്തോ? പിന്നെന്തു സംഭവിച്ചു? ദേവി സതിയുടെ മുൻപിൽ വച്ച ദക്ഷൻ മഹേശ്വരനെ പുച്ഛിച്ചു സംസാരം ചെയ്തപ്പോൾ ദേവി യാഗാഗ്നിയിൽ ചാടി. ക്രുദ്ധനാം രുദ്രന്റെ നിർദ്ദേശത്താൽ വീരഭദ്രനും ഭദ്രകാളി ദക്ഷന്റെ യാഗം മുടക്കിയവനുടെ തലയുമറുത്തുമാറ്റി. അങ്ങനെ വേണം ആ ദക്ഷന്റെ അഹങ്കാരം തീർത്തതു നന്നായി. പാവം സതീദേവി അഗ്നിയിൽ ചാടിയതായി
രുദ്രൻ സതി ജീവത്യാഗം വരിച്ചതിൽ അത്യന്ത ദുഃഖിതനായി കാലങ്ങളോളം തപസ്സനുഷ്ഠിച്ചതു കാരണം നാശമുണ്ടായി. പർവ്വതരാജൻ ഹിമവാന്റെ പുത്രിയാം പാർവതി ദേവിക്കന്ന് ശ്രീ മഹാദേവന്റെ പത്നിയായിടുവാൻ മോഹമുദിച്ചിതുള്ളിൽ. ഉഗ്രതപസ്സിലിരിക്കുന്ന ദേവന്റെ പത്നിയായിടാനോ പാർവതി ദേവിക്ക് മോഹമുദിക്കാൻ കാരണമെന്താണ്? കാരണം മറ്റൊന്നുമല്ല, മുജ്ജന്മത്തിൽ ദക്ഷന്റെ പുത്രിയായ ദേവി സതി തന്നെയാണല്ലോ പാർവതി ദേവിയായി പിറന്നു. പൂജകളൊത്തിരി ദേവി ചെയ്തെങ്കിലും ദേവൻ കനിഞ്ഞില്ല. ദേവനിൽ തീവ്രാനുരാഗമുണ്ടാക്കുവാൻ മന്മഥൻ വന്നുവല്ലോ. മന്മഥനാരാണ്, എങ്ങനെയാണ് അയാൾ അനുരാഗമുണ്ടാക്കും? ശ്രീ മഹാദേവൻ പാർവതി ദേവിയെ പത്നിയെ സ്വീകരിച്ചോ? പ്രണയാധിനായകനാകുന്ന മന്മഥൻ കാമദേവനല്ലോ. അനുരാഗമുണ്ടാക്കുമെല്ലാ മനസ്സിലും പൂവമ്പയച്ചുകൊണ്ട് രുദ്രന്റെ നേർക്കവൻ പൂവമ്പയച്ചപ്പോൾ ദേവനോ കോപമേറി നെറ്റിത്തടത്തിലെ കണ്ണു തുറന്നു കാമനോ ചാമ്പലായി. അയ്യോ പാവം ചാമ്പലായി പോയോ പാർവതി കണ്ടു നിൽക്കേ. ശ്രീ മഹാദേവൻ പിന്നെന്തു ചെയ്തു വേഗം പറയാമോ? ഭസ്മമായി കാമൻ ശ്രീ പാർവതി ദേവി സവിസ്മയം നിന്നു മോളെ. പെട്ടെന്ന ദൃശ്യനായി ശ്രീ മഹാദേവൻ എങ്ങുമേ കണ്ടതില്ല. അപ്പോൾ തപസ്സു തുടങ്ങി ശ്രീ പാർവതി ദേവൻ കനിയുവാനായി. അച്ഛനും അമ്മയും ചൊന്നതു കേൾക്കാതെ പഞ്ചാഗ്നി മധ്യത്തിൽ പാർവതി ദേവി തപസ്സു ചെയ്തപ്പോൾ ദേവൻ അടുത്തു വന്നു. ദേവിയെ കണ്ടു അനുഗ്രഹം നൽകിയോ ആഗ്രഹം സാധിച്ചോ? ഭിക്ഷുവിൻ രൂപത്തിൽ വന്നു പരീക്ഷിച്ച് ദേവൻ പ്രസീതനായി. മംഗളമായൊരു വേളയിൽ ആഘോഷത്തോടെ വിവാഹിതരായി. കൊമ്പും തുമ്പിയുമുള്ള ഗണപതിക്കച്ഛനും അമ്മയുമായി വേലായുധമണിഞ്ഞിടുന്ന ഷൺമുഖൻ അവരുടെ പുത്രനായി. അയ്യപ്പ സ്വാമിയും ശ്രീ മഹാദേവന്റെ പുത്രനല്ലേ അച്ഛാ? ആ കഥ കൂടി പറഞ്ഞു തരാമോ എന്റെ പൊന്നച്ഛനല്ലേ? പാലാഴി പണ്ടു കടഞ്ഞപ്പോൾ കിട്ടിയോരമൃതും കൈക്കലാക്കി. അസുരന്മാർ പോയപ്പോൾ അവരെ കളിപ്പിച്ചു വീണ്ടെടുത്തിടാനായി. മോഹിനി വേഷം ധരിച്ചൊരു വിഷ്ണുവിൽ ശ്രീ മഹാദേവന്റെ പുത്രനായി മണ്ണിൽ പിറന്നതാണല്ലോ ശ്രീധർമ്മശാസ്താവ്. ആൺമക്കളെയുള്ളൂ ശ്രീ മഹാദേവന്, പെൺമക്കളാരുമില്ലേ? ഉണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞു തരാമോ മീനുവിന്? ശ്രീഭദ്രകാളി പരമേശപുത്രിയായി ശ്രീ മഹാദേവന്റെ നെറ്റിത്തൃക്കണ്ണിലെ തീയിൽ കുരുത്തതാണല്ലോ പണ്ടൊരിക്കൽ. ദാരികനെ കൊല്ലാൻ വേണ്ടി പിറന്നൊരാ കാളി ഭഗവതിക്ക് കേരള നാട്ടില് കാവുകളൊത്തിരിയുണ്ടല്ലോ മീനുക്കുട്ടി. ശ്രീ പരമേശന്റെ വാഹനം കാളയാണെന്നു ചൊല്ലിയില്ലേ? ആ വാഹനത്തിന് പേരുണ്ടോ അച്ഛാ? ഉണ്ടെങ്കിൽ എന്താണ്? ശ്രീ മഹാദേവന്റെ വാഹനത്തിന്റെ പേർ നന്ദി എന്നാണല്ലോ. നന്ദിക്ക് നന്നേ വെളുത്ത നിറമാണ് എന്നും അറിഞ്ഞുകൊള്ളൂ. ശൂലത്തിൻ പേരു പിനാകമെന്നാണല്ലോ വില്ലിന്റെ രാജകവവും. ഗദയുടെ പേര് ഖഡ്വാംഗം അസ്ത്രമോ പാശുപതവുമല്ലോ.
വളർന്നു വലുതായ കാലം നീല നിറം മാറി നന്ദിയെപ്പോലെ വെളുത്ത നിറമായി ശ്രീ പരമേശ്വരനും നീലകണ്ഠനായി മാറുവാനുണ്ടായ കാരണം ചൊല്ലിത്തരാം. ആ കഥ കേൾക്കുമ്പോൾ സംശയം മാറുമെൻ മീനുക്കുട്ടിക്ക്. എന്താണ് കഥ കേൾക്കാനായി കാത്തിരിക്കുന്നു ഞാൻ. എല്ലാ കഥകളും അച്ഛനറിയുന്നതെന്നുടെ ഭാഗ്യമല്ലോ. ദുർവാസാവു മഹർഷി ശപിക്കേ ദേവന്മാർക്കെല്ലാവർക്കും വന്നു ജരാനര. അപ്പോൾ പരിഹാരം കണ്ടത് മൃദു തന്നെ. പാൽക്കടലൊന്നു കടഞ്ഞാൽ ലഭിക്കും അമൃതു കഴിച്ചാലോ മാറും ജരാനര. അങ്ങനെ ദേവകൾ പൂർവസ്ഥിതിയിലാകും. പാൽക്കടലെങ്ങനെ കടയുമെന്നച്ച ഒന്ന് പറഞ്ഞു തരൂ. എങ്ങനെയാണെന്നറിയുവാൻ മീനുവിനാഗ്രഹമുണ്ടല്ലോ. മുത്തശ്ശി തൈരു കടയുന്നതു നീ കണ്ടിട്ടില്ലേ മോളെ? പാത്രത്തിൽ മത്തു വെച്ചിട്ടിരു കൈകളാൽ മത്തു കറക്കിടുന്നു. അങ്ങനെ തൈരു കടയുന്ന പോലെ പാലാഴി കടയുമ്പോൾ വെണ്ണ ലഭിക്കുന്ന പോലെ അമൃതും കിട്ടുമല്ലോ മോളെ. പാൽക്കടൽ വലുതല്ലേ കൈകൊണ്ടു കടയുന്നതെങ്ങനെ ഈ മത്ത്? തീരെ ചെറുതല്ലേ കടലു കടയുവാൻ പറ്റുമോ എന്നച്ചാ? മന്ദര പർവ്വതം മത്താക്കി മാറ്റി കയറാക്കി വാസുകിയെ ദേവാസുരന്മാരിരുവശം നിന്നു കടഞ്ഞുകൊണ്ടിരിക്കേ സത്വരമാവിർഭവിച്ചു കൊടുവിഷം കാളകൂടമപ്പോൾ. ദേവാസുരന്മാരും ദൈവങ്ങൾ പോലും പേടിച്ചു പോയി മോളെ. ദൈവങ്ങൾ പോലും പേടിച്ചുവെന്നോ അത്ര കൊടും വിഷമോ? പിന്നെന്തുണ്ടായെന്നു കേൾക്കുവാൻ ആഗ്രഹം മീനുക്കുട്ടിക്ക്. കാളകൂടം പരമേശൻ കുടിച്ചു പാർവതി രുദ്രന്റെ കണ്ഠത്തിൽ മുറുകെ പിടിച്ചു വിഷമുള്ളിൽ പോകാതിരിക്കുവാനായി. ഭൂമിയിലേക്കതു വീഴാതെ ശംഭുവിൻ വായ്പൊത്തി നിന്നു വിഷ്ണു. അങ്ങനെ കണ്ഠത്തിൽ പറ്റിപ്പിടിച്ചപ്പോൾ നീലകണ്ഠമായി. അച്ഛൻ പറഞ്ഞില്ലേ ഗണപതിക്കല്ലാതെ ശിവനെ വലത്തു വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന്. കാരണമെന്താണ് കഥ ചൊല്ലിയില്ല. നാരദർ നൽകിയ മാതളക്കനി തിന്നാൻ ലോകം വലത്തുവച്ച് തിരികെ വരാൻ ശിവൻ മുരുകനോടും ഗണനായകനോടും ചൊല്ലി. ലോകപ്രദക്ഷിണം ചെയ്യുവാനായിട്ട് മുരുകൻ പോയ നേരം അമ്മയ്ക്കും അച്ഛനും ചുറ്റും നടന്ന വിനായകൻ നേടി പഴം. പേരുകളൊത്തിരിയില്ലേ ശിവന്? ഏതൊക്കെയാണച്ചാ? മീനുക്കുട്ടിക്ക് പറഞ്ഞു തരാമോ എന്റെ പൊന്നച്ഛനല്ലേ? 1000 പരം നാമങ്ങളുണ്ടല്ലോ ശ്രീ പരമേശ്വരന്. ശങ്കരൻ, ശർവൻ, ശീതികണ്ഠൻ, ശ്രീകണ്ഠൻ, ധൂർജടി പരമശിവൻ, നീലകണ്ഠൻ, രുദ്രൻ, ഖട്വാംഗധാരി, മഹേശ്വരൻ, വാമദേവൻ, സ്ഥാണു, പശുപതി, ഉഗ്രൻ, ഗിരീശനുമാപതി എന്നിങ്ങനെ. അർദ്ധനാരീശ്വരൻ എന്നു വിളിക്കുന്നതേതൊരു ദൈവത്തിനെ? എന്തിനാണ് അങ്ങനെ വിളിക്കുന്നതെന്നും അച്ഛാ പറയാമോ? അർദ്ധനാരീശ്വരൻ മറ്റാരുമല്ലത് പരമശിവൻ തന്നെ. പാർവതി ദേവിക്കു പാതിമൈ നൽകിയ പാവനനായ ദേവൻ. പത്നിപതി ബന്ധമാതൃകയായി തീർന്ന പാർവതി ശങ്കരന്മാർ ലോകത്തിൻ മാതാപിതാക്കളായി വാഴുന്നു നമ്മൾക്കനുഗ്രഹമായി. ഗ്രന്ഥങ്ങളേതൊക്കെ വായിച്ചിടണം ശിവനെ ഭജിച്ചിടുവാൻ? ഗ്രന്ഥത്തിൻ പേരൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായി
ഹാലാസ്യമാഹാത്മ്യമെന്നൊരു ഗ്രന്ഥമുണ്ടെന്നുമേ ഭക്തിയോടെ പാരായണം ചെയ്താൽ ശ്രീ പരമേശ്വര ലീലകൾ നാം അറിയും. ഒത്തിരി മാഹാത്മ്യസാരം ഗ്രഹിക്കുവാൻ വായിച്ചിടാവൂ നിത്യം. ശിവപുരാണവും അത്യന്ത ഭക്തിയോടെ വരും എന്റെ മോളെ. എന്താണച്ചാ പുരാണത്തിന്റെ മഹാത്മ്യം എന്താണ്? എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാമോ? കേൾക്കാൻ കൊതിയുണ്ടേ. ശിവരാത്രി മാഹാത്മ്യം, പ്രദോഷ മാഹാത്മ്യം, സോമവാരവ്രതം, പഞ്ചാക്ഷരം ശിവയോഗി മാഹാത്മ്യം, ഭസ്മ മാഹാത്മ്യം, കാശി മാഹാത്മ്യം, രുദ്രാക്ഷ മാഹാത്മ്യം, ചതുർദശി മാഹാത്മ്യം, ശനിപ്രദോഷം, ശബരം, ഉമേശാനം, ഇങ്ങനെ 12 എണ്ണം.